രക്ഷാസാമ്രാജ്യം. കബനിയിലെ ചോരപ്പൂക്കൾ. വയനാടൻ മലനിരകളെ ചുറ്റിയൊഴുകുന്ന കബനി നദിയുടെ തീരത്ത് ആകാശത്തോളം ഉയർന്ന കരിങ്കൽ മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു മഹാസാമ്രാജ്യമുണ്ടായിരുന്നു, രക്ഷാസാമ്രാജ്യം. അവിടെ നീതിയും അനീതിയും ഒരു ചെസ് ബോർഡിലെ കരുക്കൾ പോലെയായിരുന്നു. ആ രാജ്യത്തിന്റെ ഭരണം വെറുമൊരു പാരമ്പര്യമായിരുന്നില്ല. കാട്ടിലെ നരഭോജിയായ കടുവയുടെ തലയറുത്ത് രാജസഭയിൽ സമർപ്പിക്കുന്നവനായിരുന്നു അവിടുത്തെ ചക്രവർത്തി. ആ സാമ്രാജ്യത്തിന്റെ ഇരുണ്ട അറകളിൽ റാണിയുടെ മകൻ രാജ വളർന്നു. അവൻ പഠിച്ചത് ധർമ്മമായിരുന്നില്ല, മറിച്ച് ശ്മശാനങ്ങളിലെ ഭസ്മവും മന്ത്രങ്ങളും ഉപയോഗിച്ച് കുട്ടിച്ചാത്തന്മാരെയും പ്രേതങ്ങളെയും അടക്കി ഭരിക്കാനുള്ള കൂടോത്ര വിദ്യകളായിരുന്നു. എന്നാൽ അതേ സാമ്രാജ്യത്തിന്റെ അതിർത്തിയിൽ മണ്ണിൽ പണിയെടുത്തും കാടിന്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞും വളർന്ന രണ്ടുപേരായിരുന്നു കാലയും ലക്ഷ്മിയും. അവർക്ക് ഭൂമി മാതാവായിരുന്നു പ്രണയം ശ്വാസവും. കാലലക്ഷ്മിയുടെ തലയിൽ കാട്ടുപൂക്കൾ ചൂടിക്കുമ്പോൾ ആ സ്നേഹം കണ്ട് കബനി നദി പോലും ശാന്തമായി ഒഴുകി. വർഷങ്ങൾ കടന്നുപോയി. രാജാവിന്റെ കൂടോത്ര ശക്തികൾ സാമ്രാജ്യത്തെ വിഴുങ്ങാൻ തുടങ്ങി. തന്റെ ശക്തി വർദ്ധിപ്പിക്കാനായി രാജനാട്ടിലെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്ന ഭീകര രഹസ്യം ഒരു യാദൃശ്ചിക നിമിഷത്തിൽ ലക്ഷ്മി നേരിൽ കണ്ടു. ഭയം കൊണ്ട് വിറച്ചെങ്കിലും തന്റെ പ്രണയമായ കാലയെയും നാടിനെയും ഓർത്ത് അവൾ ആ നീറ്റൽ ഉള്ളിലൊതുക്കാൻ ശ്രമിച്ചു. എന്നാൽ രാജ അവളെ വിട്ടില്ല. ആ സത്യം പുറത്തു പറഞ്ഞാൽ കാലയെ ഇല്ലാതാക്കുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തി. ദിവസങ്ങളോളം ലക്ഷ്മി ആ വേദന കടിച്ചുപിടിച്ചു നടന്നു. കാലലക്ഷ്മിയുടെ മാറ്റം കണ്ട് അവളെ ഓരോന്നായി ചോദിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ സഹികെട്ട് ഗ്രാമത്തിലെ ഒരു കുഞ്ഞിനെ കൂടി പടയാളികൾ കൊണ്ടുപോയപ്പോൾ ലക്ഷ്മി ജനക്കൂട്ടത്തിന് മുന്നിൽ ആ സത്യം വിളിച്ചു പറഞ്ഞു. ക്രോധം പൂണ്ട രാജ തന്റെ മന്ത്രവാൾ ഊരി ലക്ഷ്മിയുടെ നെഞ്ചിലേക്ക് ആഴ്ത്തി. ചോരയിൽ കുളിച്ച് കാലയുടെ കൈകളിലേക്ക് വീണ ലക്ഷ്മിയുടെ അവസാന ശ്വാസം കാലയുടെ നെഞ്ചിൽ ഒരു അഗ്നിപർവ്വതമായി മാറി. അതുവരെ ഒരു സാധാരണ മനുഷ്യനായിരുന്ന കാല ലക്ഷ്മിയുടെ മരണത്തോടെ കാടിന്റെ കരുത്തുള്ള കാല ആയി മാറി. അവന്റെ കയ്യിലെ കോടാലിയിൽ ദൈവീകമായ അഗ്നി ജ്വലിച്ചു. തുടർന്ന് നടന്നത് വിറപ്പിക്കുന്ന യുദ്ധമായിരുന്നു. രാജ തന്റെ തന്ത്രം പ്രയോഗിച്ചു. അവൻ വിളിച്ചു വരുത്തിയ കുട്ടിച്ചാത്തന്മാരുടെയും പ്രേതങ്ങളുടെയും ഒരു ഇരുണ്ട സേന അവിടേക്ക് ഇരച്ചുകയറി. നാട്ടുകാർ ഭയന്നോടിയെങ്കിലും കാല തളർന്നില്ല. ഓരോ കുട്ടിച്ചാത്തനെയും അവൻ തന്റെ ആത്മബലം കൊണ്ട് ചാരമാക്കി. രാജാവും കാലയും തമ്മിൽ ആ വലിയ ചെസ് ബോർഡ് തറയിൽ വെച്ച് പോരാടി. കൂടോത്രത്തിന്റെ കറുത്ത പുകയെ കാലയുടെ പ്രണയത്തിന്റെ തീജ്വാലകൾ തോൽപ്പിച്ചു. ഒടുവിൽ രാജാവിന്റെ തലയറുത്ത് കാല തന്റെ പ്രതികാരം തീർത്തു. യുദ്ധം ജയിച്ചെങ്കിലും കാലയുടെ ഉള്ളിലെ നീറ്റൽ മാറിയില്ല. അവൻ ആ വലിയ സിംഹാസനത്തെയോ കിരീടത്തെയോ നോക്കിയില്ല. ചോരയൊലിക്കുന്ന ലക്ഷ്മിയുടെ ശരീരം കൈകളിലെടുത്ത് അവൻ ആ കൊട്ടാരത്തിന് മുകളിൽ നിന്ന് താഴെ ഒഴുകുന്ന കബനി നദിയിലേക്ക് എടുത്തു ചാടി. ആ പ്രണയികൾ നദിയിലെ ഓളങ്ങളിൽ എന്നേക്കുമായി അലിഞ്ഞു ചേർന്നു. ഇന്നും വയനാടൻ കാറ്റിൽ ആ സ്നേഹത്തിന്റെയും നീറ്റലിന്റെയും കഥ മുഴങ്ങുന്നുണ്ടെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു.